കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യവും 23-ാം വാക്യവും, ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. 28-ാം വാക്യം, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവിടെ മകൾക്ക് സൗഖ്യം വന്നു. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരു കനാന്യ സ്ത്രീ, ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ വളരെ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ പിറകെ വന്നു. അവൾ നിലവിളിക്കുവാൻ കാരണം അവിടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരുന്നു. വേദന കഠിനമായപ്പോഴാണല്ലോ നിലവിളി വരുന്നത്. എന്നാൽ ഇവിടെ യേശു അവളോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. യേശു സൈലന്റ് ആയിരുന്നു. എന്നാൽ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നല്ലോ, അവളെ പറഞ്ഞയക്കണമേ. യേശു പറഞ്ഞു, കാണാതെ പോയ ഇസ്രായേൽ ഗ്രഹത്തിന്റെ അടുക്കിലേക്ക് അല്ലാതെ തന്നെ അയച്ചിട്ടില്ല. വീണ്ടും യേശു തുടർന്നു, ഞാൻ മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് കൊടുക്കില്ല. ഇത് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച ഒരു വാചകമായിരുന്നു. ഒന്ന്, കർത്താവ് സൈലന്റ് ആയിരുന്നു. 2, ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. നമുക്ക് ഇൻസൾട്ട് ചെയ്യുന്നത് വളരെ വേദനയുള്ള കാര്യമാണ്. എന്നാൽ അവളെ ഇൻസൾട്ട് ചെയ്തിട്ടും അവൾ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. അവളുടെ വിഷയം അത്ര വലുതാണ്. അവൾ അപ്പോഴും പറയുന്ന കാര്യം, മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്നത് നായ്ക്കുട്ടികൾ ഭക്ഷിക്കുന്നില്ല. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, മക്കളുടെ മേശയിൽ നിന്ന് വീണത് ഭക്ഷിക്കുന്നല്ലോ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എനിക്ക് മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്നത് മതി എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് ആ നിമിഷം അവിടെ മകൾക്ക് സൗഖ്യം വന്നെങ്കിൽ, മക്കളുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർക്ക് എത്രയധികം അവകാശം തൻ്റെ മക്കൾക്ക് ഉള്ളതാണ്. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ഇവിടെ കർത്താവ് സൈലന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ വയലന്റ് ആകുന്നു. നമുക്ക് പറ്റുന്ന ഒരു ബുദ്ധിമുട്ടത, കർത്താവ് സൈലന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പലരും വയലന്റ് ആകും. എന്നാൽ ഈ സ്ത്രീ ഒട്ടും വയലന്റ് ആയില്ല. കർത്താവ് അവളെ ഇൻസൾട്ട് ചെയ്തിട്ടും അവളൊന്നും മറുപടി പറയുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. വീണ്ടും നാം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അവളെ ഇൻസൾട്ട് ചെയ്തതും സൈലന്റ് ആയിരുന്നതും? കേൾക്കാൻ കഴിയാതെ കൊണ്ട് അവന്റെ ചെവികൾ മന്ദമായിട്ടില്ല. പ്രവർത്തിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോട്ടുമില്ല. എന്നാൽ അവളിലുള്ള ഒരു വലിയ വിശ്വാസം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു കർത്താവ് അവിടെ സൈലന്റ് ആയതും ഇൻസൾട്ട് ചെയ്തതും. ചിലപ്പോഴൊക്കെ നമ്മുടെ വിഷയങ്ങളിൽ ദൈവം സൈലന്റ് ആയിരിക്കുന്നതും നമ്മെ അല്പം ഇൻസൾട്ട് ചെയ്തെന്ന് തോന്നിക്കുന്നതുമായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മിലുള്ള വിശ്വാസം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് അവളെ പ്രശംസിക്കുക. കർത്താവ് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അപ്പോൾ അവളിലുള്ള വിശ്വാസത്തെ യേശു പ്രശംസിക്കുകയായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു യേശു സൈലന്റ് ആയതും അവളെ ഇൻസൾട്ട് ചെയ്തു. എന്നാൽ മനഃപൂർവ്വം അവളെ ഇൻസൾട്ട് ചെയ്തല്ല, അവളിലുള്ള വിശ്വാസം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു.
നമ്മിലുള്ള വിശ്വാസം, നമ്മിലുള്ള പ്രത്യാശ, നമ്മിലുള്ള ആശ്രയം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ചിലപ്പോൾ സൈലന്റ് ആണ്. നമ്മളപ്പോൾ വയലന്റ് ആകരുത്. നാം നമ്മെ തന്നെ താഴ്ത്തി നമ്മിലുള്ള വിശ്വാസം വെളിപ്പെടുത്തണം. അതിനായി നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.